ഗൈസ് നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ നമ്മൾ ഐസ് ബാത്ത് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് ഐസ് മാത്രമേ സെറ്റ് ആയിക്കോളൂ. വീട്ടിൽ തന്നെ ഫ്രിഡ്ജിൽ തന്നെ ഇന്നലെ ഒരു രാവിലെയാണ് ഐസ് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് ഫ്രീസറിന് വെച്ചത്. അപ്പൊ ഇന്ന് അത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നല്ല മഴയുണ്ട്. എന്തായാലും നല്ല ബെസ്റ്റ് ടൈമാണ്, കാരണം വെള്ളത്തിനും കിടിലം തണുപ്പുമായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഐസ് ബാത്ത് ചെയ്യാം. അപ്പൊ അതിന്റെ വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ ബാ, ഫ്രീസറിൽ വെച്ച സാധനമായിരുന്നു, ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളമൊക്കെ വെച്ച് ഞാൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്, എടുക്കാൻ തക്ക രീതിയിൽ. ഇതിപ്പോ ആയിട്ടുണ്ട്, ഇതും ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ നേരെ വെള്ളത്തിൽ, ഞാൻ ഡ്രമ്മിലാണ് കുളിക്കാൻ മീൻസ് മൊത്തത്തിൽ ഇരിക്കാൻ പോകുന്നത്. അപ്പൊ വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഡ്രമ്മ് കഴുകണം. അപ്പം കുറച്ച് വെള്ളമിട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ട് നല്ലോണം കഴുകിനെങ്കിൽ പണിയാണ്. കാരണം അമ്മ കുറച്ച് വെള്ളം ഇതിനകത്ത് ഓൾറെഡി ചെയ്തു. അപ്പോൾ കുറച്ച് ഈ മാക്രി അങ്ങനത്തെ ഐറ്റംസും എല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ആദ്യം കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വെള്ളം നിറച്ചിട്ട് വേണം ഐസ് കട്ട എല്ലാം ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. അമ്മരേന്ന് അത്യാവശ്യം പള്ള് കിട്ടിയായിരുന്നു. വേറൊന്നുമല്ല, ഇതിൽ നിറച്ച് വെള്ളം ഒരുപാട് തുണി കഴുകാൻ വേണ്ടി വെച്ചിരുന്നത്. അതാണ് ഇപ്പൊ എടുത്ത് കളഞ്ഞിട്ട് ചെയ്യണത്. അതേപോലെ ഫ്രിഡ്ജിൽ ഐസ് കട്ട വെച്ചതിനും കിട്ടിയായിരുന്നു. ഒരുപാട് ചാർജ് പിടിക്കും. പക്ഷെ കടയിൽ നിന്ന് 150 രൂപയ്ക്ക് വാങ്ങണേക്കാട്ടില് നല്ലത് ഫ്രിഡ്ജ് വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ചെയ്തത്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇത് ഞാൻ ചെയ്യുന്നത്. എന്താണ് നോക്കാം നമുക്ക്. വെള്ളത്തിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പം നല്ല മഴ, ഇപ്പം കറന്റ് മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം മഴയിലെ നല്ല അത്യാവശ്യം തണുത്ത വെള്ളമാണ്. മഴ പെയ്തുകൊണ്ട് ടാങ്കിൽ നല്ല തണുപ്പ് പിടിച്ച് കിടക്കുക വെള്ളം. ഇന്നലെ രാത്രി മുതൽ മഴ തുടങ്ങിയതാണ്. അപ്പൊ അത് നിറച്ചിട്ട് നമ്മളിപ്പോൾ ഇടുന്ന ഐസ് കട്ടയും പിന്നെ കുറച്ച് ക്യൂബ്സും ഉണ്ട്. അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു മാക്സിമം എത്ര സമയം ഇരിക്കാമോ അത്ര സമയം ഇരിക്കണം. മസിൽ കുറച്ച് റിക്കവർ ആവും. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമുക്ക് വെള്ളം നിറയ്ക്കാം. എന്തായാലും ടാങ്ക് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ടാങ്ക് ഫുള്ള് പക്കയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നിറയ്ക്കണം. അതുപോലെ തന്നെ ഇത് ഏകദേശം 300 ലിറ്ററിന്റെ ഡ്രമ്മാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു 8-9 9 ഒരു 10-15 ബക്കറ്റ് വെള്ളം വേണ്ടി വരും. അപ്പൊ കുഴപ്പമില്ല. കാൽഭാഗം പോലും ഇപ്പൊ ആയില്ല. ഗൈസ് അങ്ങനെ ഫൈനലി 10ാമത്തെ ബക്കറ്റ് വെള്ളമാണ്. ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ് എടുക്കണം. ഐസ് എടുത്ത് സെറ്റ് ചെയ്യണം. മുഴുവൻ നിറച്ചിട്ടില്ല, ഒരുപാട് ഐസൊന്നും ഇല്ല. ഒരു 2 വലിയ ചെരുവം ഐസാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നേരെ ഇതിലോട്ട് കുറച്ച് പൊട്ടിച്ചിടണം. പിന്നെ കുറച്ച് ക്യൂബ്സ് ഉണ്ട്, അതും പൊട്ടിച്ചിടണം. ഈ ഡ്രമ്മിലാണ് നമ്മൾ കുളിക്കണം. ഇതിനകത്ത് സാധനം ഇതും ഇരിക്കും. സാധനത്തില് ഒരെണ്ണം നമ്മൾ പൊട്ടിച്ച് അടുത്ത ഗൈസ് അങ്ങനെ ഫൈനലി
എടുത്തു. ഇതിനെ അടിച്ചു പൊട്ടിച്ച് ഐസ് ഇടണം. ഇതാ എന്റെ അമ്മ സമ്മതിക്കണില്ല, ഓരോന്ന് എടുത്തോണ്ട് പോണി, പിച്ചാത്തി ഉൾപ്പെടെ തരാന്നിട്ട് അമ്മ അതും എടുത്തോണ്ട് പോണി. ഇനി എന്ത് ചെയ്യാൻ ഗൈസ്, എന്തായാലും ഒരു വെട്ടോത്തിട്ട് നമുക്ക് വെട്ടാം. നല്ല തണുപ്പുണ്ട്, ഐസ് കട്ട കുറഞ്ഞാലും കുഴപ്പമില്ല, നല്ല തണുപ്പുണ്ട്. ഇല്ല എങ്ങനെ പോലെ ഒരു 10-20 മിനിറ്റ് ഇരിക്കണം. ഓ ഇത് വെച്ചാ അതും കൂടെ വെച്ചാൽ അതിനകത്ത് മുക്കി അടക്കാൻ അടക്കാൻ ഇവിടെ അടപ്പിരിക്കുന്നു, ഇവിടെ അടപ്പുണ്ട. ഗൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് പോകുക, കാരണം ഇതൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള കാലമാണ്. ഈ മസിൽ റിക്കവറിക്കാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ കറക്റ്റ് ടെമ്പറേച്ചറിലൊക്കെ വെക്കണം. ഞാൻ പിന്നെ കുറച്ച് ഐസേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്നും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വയ്ക്കുക. ഏകദേശം 20 മിനിറ്റായി ഞാൻ അത് എണീക്കാൻ പോകുന്നു ഗൈസ്. ബോഡി കണ്ടീഷൻ വീഡിയോ നിങ്ങൾ കണ്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നില്ല. അപ്പോൾ ഐസ് ബാത്തിൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.